കണ്ടെത്തിയത് അർജുൻ ഓടിച്ച ട്രക്ക് തന്നെയാണ്, ലോറി തന്നെയാണ്. അങ്ങനെ 9ാം ദിവസം നമുക്ക് ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നിരിക്കുകയാണ് അർജുന്റെ കാര്യത്തിൽ. അർജുന് വേണ്ടിയുള്ള തിരച്ചിലുകൾ ഇത്രയും ദിവസം വന്ന സമയത്ത് എല്ലാവരും ഭയങ്കര മൂകമായിട്ടായിരുന്നു ഇത് കേട്ടുകൊണ്ടിരുന്നത്. ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റിയോട് കൂടി എപ്പോൾ കിട്ടും അല്ലെങ്കിൽ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും കേരളക്കാരെ മൊത്തം ഇരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് നൽകുന്ന ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൈ അകലെ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അർജുന്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണം അർജുന്റെ ട്രക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളാണ് വരുന്നത്. ഇത് സ്ഥിരീകരിച്ച ന്യൂസാണ് എന്നാണ് പറയുന്നത്. അതായത് കർണാടക സർക്കാരും അവരുടെ പോലീസുകാരും ഇത് സ്ഥിരീകരിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. നമ്മൾ എത്രയൊക്കെ സന്തോഷിച്ചാലും, കാരണം ഇത്രയും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നല്ല നമ്മുടെ എല്ലാവർക്കും മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെല്ലാവരും വീട്ടിലാണെങ്കിലും എവിടെ പോയാലും ഇതാണ് ചർച്ച. അയ്യോ, ഞാനിപ്പോൾ രാവിലെ ഇന്നലെ എഴുന്നേൽക്കുന്ന സമയത്ത് പോലും തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് ഞാൻ കേട്ടത് അവിടെയുള്ള 2 ചേച്ചിമാർ പറയാണ്, അയ്യോ അർജുനെ കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കണം. നമ്മൾ എപ്പോഴും ഊണിലും ഉറക്കത്തിലും എന്നുള്ള പോലെ എല്ലാവരും ഇതായിരുന്നു ചർച്ചാ വിഷയം. അപ്പൊ എല്ലാവരും അത്രയും സങ്കടപ്പെട്ടു ഈ ഒരു വിഷയത്തില്. അയ്യോ, എന്താണ് ആ ഒരു പാവം കുട്ടി, അവരുടെ വീട്ടുകാരെ പോലെ തന്നെ നമ്മളും നമ്മളെ വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെയായിരുന്നു ഇത്രയും ദിവസം നിന്നത്. പക്ഷെ അതിനൊരു എൻഡിങ്, അല്ലെങ്കിൽ എവിടെ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ്, എന്തെങ്കിലും ഒരു ട്രക്കെങ്കിലും കിട്ടണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അതിന് ഒരു അവസാനം എത്തിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ട്രക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത്രയും ട്രക്ക് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ അത്രയും വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും ദിവസമായിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ എങ്ങനെയല്ലോ കൂടിയിട്ട് അത്യാവശ്യം അവരുടെ ഒരു ഹാർഡ് വർക്ക് എന്ന് തന്നെ പറയാം. ഇപ്പം ഇന്നലെ വന്ന ആ ഒരു ടീമിന്റെ ആണെങ്കിലും എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. നമ്മുടെ മലയാളികൾ, ഇവിടുന്ന് പോയ മലയാളികളെ അടക്കം നമ്മളത് പറയാതിരിക്കാൻ വയ്യ. അവരുടെയൊക്കെ എഫേർട്ട് ഉണ്ട് ഇതിന് പിന്നിൽ. ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി ഒരുപാട് പേരുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ പോയ നമ്മുടെ രഞ്ജിത്ത്, ഇസ്രയേൽ അടക്കം ഒരുപാട് പേരുണ്ട്. ഇതിനിടയ്ക്ക് അവർക്കെതിരെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും സാധാരണ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനെതിരെ പറയുന്ന ആൾക്കാരുമുണ്ട്. അവരെ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള റിപ്പോർട്ടേഴ്സിന്റെ അടുക്കൊക്കെ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണയാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർ നെഗറ്റീവ് പറയുന്നവരുണ്ടാകും. പക്ഷെ എന്നാലും നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരും അർജുന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ഇതിന്റെ കൂടെ അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ട് അവിടെ ആയിരുന്നു നമ്മളെല്ലാവരും. അപ്പൊ നമ്മുടെ 24 ന്യൂസിൽ ഇപ്പൊ ഞാനൊരു ലൈവ് കണ്ട സമയത്താണ് ഈ ഒരു ന്യൂസ് കാണുന്നത്. ഭയങ്കരമായിട്ട് സന്തോഷമായി തന്നെ പറയാം. ഈ നമ്മുടെ അർജുനെയും കൂടി കിട്ടിയാൽ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം നമ്മുടെ അർജുന ജീവനോടുകൂടി തന്നെ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരെയും ആഗ്രഹം അങ്ങനെയാണ്. കാരണം അവരുടെ ഭാര്യേൻ്റെ ഒക്കെ ആ ഒരു സങ്കടവും കാര്യങ്ങളും കാണുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ നേരത്തെ ഒരു ലൈവില് ഭാര്യയുടെ ഒരു ന്യൂസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണിൽ ഞാൻ കരഞ്ഞു എന്ന് തന്നെ പറയാം. ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് വീഡിയോസ് ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ ഒരു വിഷയം കൊണ്ടുചെന്ന് എത്തിച്ചു. കാരണം അവരുടെ വീട്ടുകാരുടെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ആ ഒരു അനിയനോ ആ ഒരു ബ്രദറിന്റെ ഒക്കെ ഇതൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉള്ളുന്നൊരു നീറ്റിലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അർജുനെ കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ ലോറിയുടെ കൂടെ അതിന്റെ ഉള്ളിലോ കാര്യങ്ങളോ ആയിട്ട് ജീവനോടുകൂടി തന്നെ നമ്മുടെ അർജുനെ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രാർത്ഥനയെ ഇനിയുള്ളൂ. അപ്പൊ എന്തായാലും 24 ന്യൂസിൽ ഇതിന്റെ ഒരു ലൈവ് ഞാൻ കണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് ഇവിടെ ചേർക്കാം. കണ്ടെത്തിയത് അർജുൻ ഓടിച്ച ട്രക്ക് തന്നെയാണ്, ലോറി തന്നെയാണ്. ഗംഗാവാലി പുഴയുടെ
പ്രതീക്ഷയുടെ നാളാണ്. 9-ാം നാൾ പ്രതീക്ഷയുടെ നാളാണ്. അപ്പോ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ അർജുനെ കൈ അകലെയാണ് നിൽക്കുന്നത്. അർജുനെ കിട്ടാൻ വേണ്ടി ഒരു കൈ അകലെ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഉള്ളത്. നമ്മുടെ ട്രക്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇത് സ്ഥിരീകരിച്ച ഒരു വിവരമായിട്ടാണ് ന്യൂസ് ചാനലുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് നമുക്ക് അത്രയും സന്തോഷം നൽകിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും ദിവസത്തിന് ശേഷം അത്രയും നമുക്കൊരു ഹാപ്പിനെസ്, സന്തോഷിക്കാനുള്ളൊരു ന്യൂസ് തന്നെയാണ്. കാരണം ഒന്നും കിട്ടാത്തൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് ട്രക്ക് കിട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ അത്രയും വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ ആംബുലൻസുകളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ന്യൂസുകൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മളെ അർജുനെ കിട്ടിയിട്ട് നമ്മുടെ അടുത്തൊന്നും മറച്ചു വെക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് സ്ഥിരീകരിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണോ എന്ന് അറിയില്ല. കാരണം അത്രയും വലിയൊരു ന്യൂസാണ്. അടുത്ത് തന്നെ നമുക്ക് നല്ലൊരു ന്യൂസ്, അല്ലെങ്കിൽ അർജുന കണ്ടെത്തി എന്നുള്ള നല്ലൊരു വാർത്ത കൂടിയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഇതുപോലെ നമ്മുടെ മലയാളികളെ പോലെ ഒരുമിച്ച് നിൽക്കുന്ന വേറൊരു ആൾക്കാരും ഉണ്ടാവില്ല. അത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അതിനടുത്തുള്ള കുറച്ച് പേര്, അതായത് ആ കർണാടകയിൽ ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ മരിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ആരും, അല്ലെങ്കിൽ ഈ ഒരു മലയാളി ഇതിൽ പെട്ടത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോലും, ഞങ്ങളുടെ വീട്ടുകാർ മരിച്ചിട്ട് പോലും ഇതിൽ ഇങ്ങനൊരു ഡെഡ് ബോഡി കണ്ടെത്താനോ അങ്ങനെ എന്തെങ്കിലും നിന്നത്. അല്ലെങ്കിൽ ഇവർ റോഡും ശരിയാക്കി ഇവരുടെ വഴിക്ക് അങ്ങ് പോകുമായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഒരു പവർ എന്ന് പറയുന്നത്. മലയാളിയുടെ ഒരു പവറാണ് ഇത്. മലയാളി എവിടെയെങ്കിലും ചെന്ന് പെട്ടാൽ, പുറത്തായാലും എവിടെയായാലും നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും ഒരു മതമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും നോക്കില്ല, ജാതിയും മതവും ഒന്നും നോക്കാതെ നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. നമ്മുടെ വെറുതെ അല്ല നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും നമുക്ക് കേരളക്കരയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒത്തൊരുമ എല്ലാ കാര്യത്തിലും കാണാൻ സാധിക്കട്ടെ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ അർജുന്റെ കാര്യത്തിൽ അർജുന വേഗം തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അർജുന കിട്ടട്ടെ എന്നും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ട്രക്ക് കണ്ടെത്തി എന്ന് പറഞ്ഞതുപോലെ തന്നെ അർജുനെയും കണ്ടെത്തി എന്നുള്ളൊരു ന്യൂസിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളും കാത്തിരിക്കുകയാണെന്നറിയാം. അപ്പോൾ നമുക്കൊരു സന്തോഷ വാർത്തയ്ക്കായിട്ട് കാത്തിരിക്കാം.